നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർവതി, എടോ താൻ എന്താ ഈ ആലോചിക്കുന്നത്? എഴുതാത്ത ഡയറി താളുകളിൽ താൻ എന്തെങ്കിലും കാണുന്നുണ്ടോ? ആ ചിത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് അത് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ ചിന്തയിൽ തെളിയുന്നത്? വിശാൽ സർ, സാറിന്റെ മുത്തശ്ശൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യ വക്കീലിന്റെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഈ ഡയറി. വെറുതെ ഏതായാലും എഴുതാത്ത പേജുകളുള്ള ഈ ഡയറി മുത്തശ്ശൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കില്ല. ഈ ഡയറിയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എന്തോ ഒരു പ്രത്യേക കാര്യം മുത്തശ്ശൻ ഇതിലൂടെ നമ്മളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായിരിക്കും അത്? കുറേയധികം തിരിച്ചും മറിച്ചും ചിന്തിച്ചു. ഒന്നും തെളിയുന്നില്ല. അതുപോലെ തന്നെ ചിത്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും നോ രക്ഷ. മരത്തെ ചുറ്റി വരുന്ന പശു, പിന്നെ മനസ്സിലാകാത്ത കുറെ കണക്കുകൾ. അതിലും എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. പെട്ടെന്ന് ചിന്തിച്ചാ ഒന്നും തലയിൽ തെളിയില്ല. കുറച്ച് സമയമെടുത്ത് കാര്യമായിട്ട് ചിന്തിച്ചു നോക്കാം. അപ്പോ എന്തെങ്കിലും മനസ്സിലാവുമായിരിക്കും. അതെ, ഇനി ഏതായാലും ഈ ഡയറിയും ഇതിലെ ചിത്രമായിരിക്കും നല്ല മനസ്സിൽ. ഇതിന് ഉത്തരം കിട്ടാതെ തനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത് വല്ലാത്തൊരു ബ്രെയിൻ ഗെയിം ആയി പോയല്ലോ. ബുദ്ധി ഉണരട്ടെ സർ, അപ്പോ ഉത്തരം കിട്ടും. ഏതായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബുദ്ധി പ്രവർത്തിപ്പിച്ച് എന്തെങ്കിലും ഇതിൽ നിന്ന് ഞാൻ കണ്ടെത്തും. എന്തായാലും ഈ ഡയറിയുടെയും ചിത്രത്തിന്റെയും പിന്നിലുള്ള ഉദ്ദേശം നല്ലത് തന്നെ ആയിരിക്കും. എന്റെ വിശ്വനാഥ മുത്തശ്ശ, കൂടുതൽ വലയ്ക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം തെളിയിക്കണേ. എടോ, തൽക്കാലം ഈ ആലോചനയൊക്കെ ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താം. അമ്മ തന്നോട് വിപിന്റെയും പല്ലവിയുടെയും ആദ്യരാത്രിക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയല്ലേ. താനെ വേഗം പോയി അത് ചെയ്യാം. അത് വൈകിയ അമ്മ ചിലപ്പോ തന്നെ വഴക്ക് പറയും. അമ്മയായാലും ആരായാലും തന്നെ വഴക്ക് പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അത് വലിയ സങ്കടമാടോ. അതുകൊണ്ടേ ഈ ഡയറി ഭദ്രമായിട്ട് വെച്ചിട്ട് താൻ അങ്ങോട്ട് ചെല്ലേ. ആ നാഗദോഷം ഒരു പരിധിവരെങ്കിലും മാറാതെ ശാന്തി മുഹൂർത്തം നടത്തിയ, അതിനുശേഷം വിപിനും പല്ലവിക്കും കുഞ്ഞുണ്ടായ, അത് 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 നിനക്ക് ആപത്താ മോളെ. എനിക്ക് ആപത്തോ? പല്ലവിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് എങ്ങനെ ആപത്താവുന്നത്? എനിക്ക് എന്ത് ആപത്താ ഉണ്ടാവുന്നത്? നിന്റെ ജീവന് ദോഷം ഉണ്ടാവും മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.